നല്ല അടിപൊളി മത്തി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മത്തി കൊണ്ട് ആർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു മത്തി റോസ്റ്റ് ഉണ്ടാക്കാം. ഇത് കണ്ടില്ലേ, നല്ല ഇടത്തരമുള്ള ഒരു മത്തിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടാക്കാം. ഇനി എന്തെങ്കിലും ഉണ്ടാക്കുകയെന്ന് കാണാം. ഞാനിവിടെ 1/2 കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മത്തി ഇനി നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. ഇത് കണ്ടില്ലേ മക്കളെ, ഇതേപോലെ വേണം വരയാനിട്ടോ. ഒരു 2 വരയൊക്കെ കൊടുത്താൽ മതി, ചെറിയ മത്തിയല്ലേ. കണ്ടില്ലേ, ഇതേമാതിരി. അപ്പം നമ്മുടെ മത്തീനെ വരഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്കിനി ആദ്യം 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് എരിവ് കുറവാണ്, അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇടുന്നത് കേട്ടോ. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഓരോരുത്തർക്കും ഓരോരോ തരത്തിലുള്ള ഉപ്പായിരിക്കും, അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലൊരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ പാടൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ, ഉപ്പ്, മുളക് പൊടിയൊക്കെ മീനിൽ നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ മസാല കൂട്ടിയ മീൻ ഇനി ഒരു 1/2 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ മീൻ മസാല പുരട്ടി വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതൊന്ന് പൊരിച്ചെടുക്കണം. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ചട്ടി ചൂടായാൽ നമുക്കിതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. നമ്മൾ മീനൊക്കെ പൊരിക്കുമ്പോഴേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ മീനിൻ്റെ നല്ല അടിപൊളി ഒരു ടേസ്റ്റ് വരുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ നമ്മൾ ഈ മത്തിയൊക്കെ ഒന്ന് പിറക്കി ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുക എണ്ണയിൽ കേട്ടോ. ഇതാ ഇതേപോലെ പരത്തി വെച്ച് കൊടുക്കുക. തീ മീഡിയം ലെവലിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്തുണ്ട് വെച്ചിട്ടാ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകും, എന്നാൽ മീൻ വേഗത്തുമില്ല. ചെറിയ തീ വെച്ച് വേവിക്കുമ്പോൾ നമ്മളെ മസാലയും കരിയില്ല, മീൻ നല്ല സൂപ്പറായിട്ട് വെന്ത് വരും. അപ്പം മസാല ചൊവ്വായിരിക്കും, കരിയാതെ. ഇപ്പം നമ്മുടെ മീനൊക്കെ നന്നായിട്ട് പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെറിയ തീയിൽ പൊരിച്ചെടുക്കാം. മക്കളെ, ഈ മത്തി പൊരിക്കുമ്പോൾ വല്ലാതെ മൊരിയാൻ പാടില്ല. ചിലവർക്ക് നല്ല മൊരിഞ്ഞ് കടുപടുന്ന് വേണം, അതുപോലെ മൊരിക്കരുത്. നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ മത്തി ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം. അപ്പം മറു സൈഡും കൂടി ഇതേപോലെ ഒന്ന് വെന്ത് വരട്ട്. മക്കളെ, പൊടിയാതിരിക്കാനാണ് ഇങ്ങനെ മറിച്ചിടുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ അധികം പേര് ഇങ്ങനെ മറിക്കാറുണ്ട്, 2 സ്പൂണൊക്കെ ഉപയോഗിച്ച്. നമ്മുടെ മീൻ ഇതാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ കോരിയെടുക്കാം. കോരിയെടുക്കുമ്പോൾ പൊട്ടാതെ വേണം എടുക്കാൻ കേട്ടോ. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. മക്കളെ, ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് ഈ ചട്ടി തന്നെ മതിയിട്ട. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വേറെ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ കുറച്ച് ഒഴിക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഇല്ല, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയത് അതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കരിവേപ്പിലയും ഇട്ട് കൊടുക്കുക. ഇട്ട് നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ വാട്ടിയെടുക്കാം. മക്കളെ, നമ്മൾ മീൻ പൊരിച്ച് കോരുമ്പോൾ മസാല കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെടുത്ത് കളയണം കേട്ടോ. അപ്പം മീൻ കറുത്ത കളറിലാവും നമ്മുടെ റോസ്റ്റ്. ഇതിപ്പോൾ ഞാൻ ചെറിയ തീ വെച്ച് പൊരിച്ചത് കൊണ്ട് മസാല അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല, കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ലേ. അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് മാറ്റാതെ അതിൽ തന്നെ എണ്ണ ഒഴിച്ചത് കേട്ടോ. ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറി പച്ചമുളകൊന്ന് വെന്തും വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉള്ളി ഇട്ട് കൊടുക്കണം. ഞാൻ വലിയ 2 ഉള്ളി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഇതുപോലെ ചെറുതായിട്ട്.
ഇതിപ്പോൾ ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളെ വീട്ടുകളിൽ എപ്പോഴും വലിയ ഉള്ളിയല്ലേ ഉണ്ടാവുന്നത്, അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വലിയ ഉള്ളിയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോഴും നമ്മൾ തീ വെക്കുമ്പോൾ ചെറിയ തീയിലേ വെച്ചാൽ മതി കേട്ടോ, മീഡിയം തീ വെച്ചാൽ മതിയേ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും കൂടി ഒന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ. അതുവരെ നമുക്ക് ഇതേപോലെ തന്നെ ചെറിയ തീ വെച്ചിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ മക്കളെ, തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഇതിന് വേണ്ട മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാലയ്ക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ മീനിൽ ചിലപ്പോൾ ഉപ്പ് കൂടോ കുറവോ ചെയ്തിട്ടുണ്ടെങ്കിൽ മസാലയിൽ അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇളക്കി മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. മക്കളെ ഇത് കണ്ടില്ലേ, നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് റോസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ വേവിച്ച മത്തി ഇട്ട് കൊടുക്കാം. പതുക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മത്തി പൊടിഞ്ഞു പോകും. ഇനി നമുക്ക് മെല്ലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. മീനും മസാലയും പാടെ ഒന്ന് നന്നായിട്ട് മിക്സായി വരട്ടെ. മക്കളെ ഇത് ഇളക്കുമ്പോൾ മീൻ പൊട്ടരുത് കേട്ടോ. അപ്പം നമ്മൾ ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടും സൂക്ഷിച്ചിട്ടൊക്കെ വേണം. മെല്ലെ പതുക്കെ അങ്ങനെ ഇളക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ വല്ലാതെ ഡ്രൈ ആയി വരികയാണെങ്കിൽ 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം വേണമെങ്കിൽ ഒഴിക്കുമ്പോൾ മസാലയിൽ വേണം ഒഴിച്ചു കൊടുത്ത് മിക്സാക്കാൻ കേട്ടോ. മീനിട്ടതിന് ശേഷം വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ലേ. ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്നുകൂടി പതുക്കെ ഇളക്കി ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി വരട്ടെ. ഒരു മീനും പൊട്ടിയിട്ടില്ല, കണ്ടില്ലേ. ഇനി നമ്മുടെ മത്തി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കണ മത്തി റോസ്റ്റ് ഉണ്ടാക്കാൻ ഇത്രേ പണിയുള്ളൂ. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം. ഇതേപോലെ പതുക്കെ മെല്ലെ ഇളക്കിയുണ്ടല്ലോ, ഒരു മത്തിയും പൊടിയൂല്ല കേട്ടോ, അതേപോലെ ഉണ്ടാവും. നമ്മൾ എങ്ങനെയാണാവോ പൊരിച്ചെടുക്കുന്നത് അതേപോലെ ഉണ്ടാവും. അപ്പം ഉമ്മ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ മത്തി റോസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ഇതിന് മുന്നേ അതേപോലെ ഒന്നും എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല, അത് വേറെ കാര്യം. എന്നാലും നോക്കുകയാണ്. ഇതാ മത്തി. ആ മുള്ളോടനെ കഴിക്കാട്ടോ, ആ രീതിക്കാണ് മൊരിഞ്ഞിട്ടില്ല. എന്നാൽ അങ്ങനെ മൊരിഞ്ഞ് ഇതുപോലെ ഒന്നും ആയിട്ടില്ല. പാകത്തിന് മൊരിഞ്ഞ് അടിപൊളിയായിട്ടുണ്ട് സത്യം. ഇങ്ങനെ തിന്നാൽ തന്നെ രസമാണ്. അപ്പോൾ ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ എന്ത് രസം ഉണ്ടാവും. അപ്പം മത്തി വലിയ മത്തിയാകുമ്പോൾ മുള്ളോടെ കഴിക്കാൻ പറ്റില്ല. ഇത് കുഞ്ഞുമത്തി പോലത്തെ മത്തിയല്ലേ മക്കളെ, അപ്പം മുള്ളോടെ അങ്ങ് കഴിക്കുക. മുള്ള് നമ്മുടെ ശരീരത്തിന് നല്ലതാണേ. അപ്പം ഇങ്ങനെ സിമ്പിളായിട്ട് എല്ലാവരും മത്തി വാങ്ങുമ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.